താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ക്ഷമിക്കൂ ദേവേട്ട, എന്നോട്. എനിക്ക് വേറെ നിവർത്തിയില്ല. കഴിയുന്നില്ല എനിക്ക്. മരിച്ചു പോകുമെന്ന് തോന്നുന്നു. എന്റെ അമ്പുട്ടനും ദേവേട്ടനും ഇല്ലാത്ത ഈ ലോകത്ത് ഞാനും വേണ്ട. വരുവാ നിങ്ങളുടെ അടുത്തേക്ക്. വാഷ്റൂമിലേക്ക് നടന്നു. ദേവന്റെയും അമ്പുമോന്റെയും മുഖം മനസ്സിൽ തെളിഞ്ഞതും ബ്ലേഡ് കൈത്തണ്ടയിലേക്ക് താഴ്ത്തി ദേവി. ചോരത്തുള്ളികൾ ഇറ്റ് വീഴുന്നത് നോക്കി കണ്ണുകൾ മേൽപോട്ട് മറിയുന്നു. ശരീരത്തിന്റെ ഭാരം കുറഞ്ഞ നിലത്തേക്ക് ഊർന്നു വീഴുന്നത് ദേവി അറിഞ്ഞു. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകളിൽ പ്രിയപ്പെട്ടവന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രമായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും മുഖം അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞില്ല. ഓരോന്നും ആലോചിച്ച് അവൾ അങ്ങനെ ഡോക്ടറുടെ മുന്നിലിരുന്നു. ഹരി, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു. ദേവന്റെയും മോന്റെയും വേർപാട് അയാളെ എത്രമാത്രം തളർത്തിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കെല്ലാം നിശ്ചയമുണ്ടായിരുന്നതല്ലേ? കുറ്റപ്പെടുത്തുന്നത് പോലെയുള്ള ജയന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹരിക്ക് സങ്കടം തോന്നി. മനഃപൂർവ്വമല്ല ജയേട്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓരോ ദിവസം കഴിയും തോറും ഏട്ടത്തി കൂടുതൽ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും കൂടി വയ്യാതായപ്പോൾ ആകെ നിലവിട്ടുപോയി. എന്തൊക്കെ പറഞ്ഞതെന്ന് പോലും ഓർമ്മയില്ല. ഏട്ടത്തി തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. ഏട്ടത്തിയുടെ മാലതി അപ്പച്ചി കഴിഞ്ഞ ദിവസം അമ്മയെ വന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് അതായിരുന്നു. ദേവിയുടെ ജീവിതം ഇനിയും ബാക്കിയുണ്ട്. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ നിങ്ങളും ചെയ്യണമെന്ന്. ഏട്ടത്തിയെ മാത്രം ഓർത്ത് കഴിയുന്ന ഒരു കുടുംബമുണ്ട്, മാഷച്ചനും അമ്മയും. അവരെ പോലും ഏട്ടത്തി പലപ്പോഴും മറന്നു പോകുന്നു. എല്ലാം കൂടി ഓർത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോഴാണ് എന്തൊക്കെയോ സംസാരിച്ചു പോയത്. ഏട്ടത്തി വീട്ടിൽ നിന്നും പോയതിൽ പിന്നെ അമ്മയുടെ കണ്ണ് തോർന്നിട്ടില്ല ജയേട്ട. പലപ്പോഴും എനിക്ക് അമ്മയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ജയേട്ട. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ. ഒരു കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ നീ പറയുന്നതും ശരിയാണ്. ഈ അവസ്ഥയിൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ദേവിക്ക് ജീവിതം തന്നെ കൈവിട്ടു പോകും. എല്ലാം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്തു നിന്നും വെടിച്ചു കയറി വരാനുള്ള എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഈശ്വരൻ ബാക്കി വയ്ക്കാതിരിക്കില്ല. എന്റെ കാര്യം തന്നെ അതിനുദാഹരണമല്ലേ? ജയന്റെ ഒച്ചയിടറുന്നതും ആ കണ്ണുകൾ കലങ്ങുന്നതും ഹരി കണ്ടു. ജയേട്ടൻ ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? പലപ്പോഴും മറവി മനുഷ്യർക്കൊരു അനുഗ്രഹമാണ്. മറക്കുവാനുള്ള ശ്രമത്തിലാണ് ഞാനും. പക്ഷേ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും നിത്യേന. വേഷം കെട്ടിപ്പോയില്ലേ ഹരി? ഇനിയിപ്പോൾ ആടി തീർക്കുക തന്നെ നിവർത്തിയുള്ളൂ. അമ്മുവിന്റെ അവസ്ഥയോ? അവൾ കോളേജിൽ പോയി തുടങ്ങിയോ? അവളുടെ അവസ്ഥയും കഷ്ടമാണ് ജയേട്ട. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏത് നേരവും ഏട്ടത്തിയുടെയും മോന്റെയും പുറകിലായിരിക്കും. ഏട്ടൻ വന്നു കഴിഞ്ഞ് ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ ഏട്ടത്തിയാണ് അവളെ പഠിപ്പിക്കുന്നത്. ട്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഏട്ടത്തി പറഞ്ഞു കൊടുക്കുന്നത് അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറാൻ പോലും തോന്നില്ല. ഹരി, നീയും കൂടി ഇങ്ങനെ ആയാൽ ബാക്കിയുള്ളവരെയൊക്കെ സമാധാനപ്പെടുത്തേണ്ടത് നീയല്ലേ? ജയൻ അവനെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മ പോലും ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. ആകെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു. ജീവിതം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ഹരി. നമ്മളെ കൊണ്ട് ചില വേഷങ്ങൾ കെട്ടിപ്പിക്കും. അതൊക്കെ ആടി തീർക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. അമ്മുവിന്റെ എക്സാം വരികയല്ലേ? അവളെ ഉഴപ്പാൻ സമ്മതിക്കരുത് നീ. ഒരു കാര്യം ചെയ്യ്, ദത്തനോട് പറഞ്ഞ് അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറയണം. അമ്മുവിന്റെ എൻഗേജ്മെന്റിനെ കുറിച്ച് ദേവൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു. നിന്നെപ്പോലെ തന്നെ അത്രയും അടുത്തറിയാവുന്നതല്ലേ ദത്തനെ? അതുകൊണ്ട് തന്നെ അമ്മുവിനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് 100 വട്ടം സമ്മതമായിരുന്നു ദേവന്. എന്തു പറഞ്ഞാലും ഒടുവിൽ അവൻ വന്ന് നിൽക്കുന്നത് അവന്റെ ദേവിയിലായിരിക്കും. അമ്മുവിനെ ഡേ കെയറിലാക്കിയ ശേഷം ദേവിയെ വീണ്ടും പഠിപ്പിക്കാൻ വിടണമെന്നും അതല്ല ജോലിയാണ് താല്പര്യമെങ്കിൽ അതിന് ശ്രമിക്കണമെന്നും ഒക്കെ കരുതിയിരിക്കുകയായിരുന്നു. ജയൻ ദീർഘമായി നിശ്വസിച്ചു. വീട്ടിൽ നിന്നും പോയെന്ന് കരുതി താൻ ദേവിയെ കാണാൻ പോകാതിരിക്കരുത്. ഇടയ്ക്ക് അമ്മയെയും അമ്മാവിനെയും അമ്മുവിനെയും കൂട്ടി അവിടെ ചെന്ന് കാണണം. വിശേഷങ്ങൾ തിരക്കണം. നിങ്ങളെ എല്ലാം ചുറ്റിപ്പറ്റിയാണ് അയാളുടെ ലോകം. പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ലേ എല്ലാം. അതൊന്നും ഉൾക്കൊള്ളാൻ പെട്ടെന്ന് ആ മനസ്സിന് കഴിഞ്ഞെന്ന് വരില്ല.
സിദ്ധുവും സച്ചുവും വരുമ്പോൾ അമ്മയും അമ്മാവനും അമ്മായിയും കൂടി ഹാളിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. സിദ്ധുവിനെയും സച്ചുവിനെയും കണ്ട ഉടനെ തന്നെ മാലതി അകത്തേക്ക് പോയി ചായയുമായി വന്നു. രാവിലെ ചേച്ചി നിർബന്ധിച്ചത് കൊണ്ട് എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി റൂമിലേക്ക് പോയതാ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരമാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇത്ര നേരമായിട്ടും ചെന്ന് വിളിക്കുമ്പോൾ വേണ്ട. എത്രയോ തവണ ഞാൻ ചെന്ന് മുട്ടി വിളിച്ചതാണ്. കതക് തുറക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? മക്കളെ കണ്ടപ്പോൾ അപ്പച്ചി സങ്കടം പറഞ്ഞു. നീ എന്താടാ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല ജയേട്ടാ, ഞാൻ ഇറങ്ങുന്നു. ഇന്നിനി ഓഫീസിലേക്കില്ല, നേരെ വീട്ടിൽ പോകണം. ജയനോട് യാത്ര പറഞ്ഞ് ബൈക്കിനടുത്തേക്ക് വരുമ്പോഴാണ് മൊബൈൽ റിങ് ചെയ്തത്. എടുത്തു നോക്കുമ്പോൾ സിദ്ധു ആണ്. ഹലോ സിദ്ധുവേട്ടാ, എന്താ? നീ പെട്ടെന്ന് ലോർഡ്സ് ഹോസ്പിറ്റലിലേക്ക് വാ ഹരി. പിന്നെ ബി പോസിറ്റീവ് ബ്ലഡ് വേണം. അതിനുള്ള ആളെ കൂടി സംഘടിപ്പിച്ച് വാ. മൊബൈൽ കട്ടായി. ഹലോ ഏട്ടാ, സിദ്ധുവേട്ടാ, ആരാ ഹോസ്പിറ്റലിൽ? ഹോസ്പിറ്റൽ എന്ന് കേട്ടപ്പോൾ ജയൻ ഹരിയുടെ അടുത്തേക്ക് വന്നു. എന്താ ഹരി, ആരാ വിളിച്ചത്? ആർക്കാടാ ബ്ലഡ് ആവശ്യം? സിദ്ധുവേട്ടനാണ് വിളിച്ചത്. ലോർഡ്സ് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞു. ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലും കൂടെ കൂട്ടാനും പറഞ്ഞു. ആർക്കാ ബി പോസിറ്റീവ്? ഹരി ആലോചിച്ചു. പെട്ടെന്ന് മുഖം വിളറി. ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. ജയേട്ടാ, ഏട്ടത്തി ബി പോസിറ്റീവ് ആണ്. എന്തെങ്കിലും അവിവേകം? ബൈക്ക് അവിടെ വെച്ച് ജയന്റെ ഒപ്പം കാറിൽ നേരെ കയറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. എന്താടാ, ഇതുവരെ ആലോചിച്ചു കഴിഞ്ഞില്ലേ? വാ, ഡിസ്ചാർജ് ആയി. ആലോചനയോടുകൂടി ഇരുന്ന ഹരിയെ തോളിൽ തട്ടി വിളിച്ചു സിദ്ധു. സിദ്ധു തട്ടി വിളിച്ചപ്പോൾ ഹരി ഷർട്ടിൽ മുഖം അമർത്തി തുടച്ചെഴുന്നേറ്റു. ദേവി ഹോസ്പിറ്റലിൽ എത്താനുണ്ടായ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവന്റെ ഒപ്പം നടന്നു. സിദ്ധുവും ഹരിയും ഇടവും വലവും ചേർന്ന് പിടിച്ചാണ് ദേവിയെ ഹോസ്പിറ്റലിൽ നിന്നും കാറിലേക്ക് കയറ്റിയത്. താൻ കാരണം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണേ അവൾക്ക് വേദന തോന്നി. രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാരും. സിദ്ധുവും ഹരിയും അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്കൊന്നും ഏട്ടത്തി ബുദ്ധിമുട്ടല്ല. പകരം ഈ അവസ്ഥ മാറിയാൽ മാത്രം മതി, ഹരി ഇടർച്ചയോടെ പറഞ്ഞു. സിദ്ധുവിന്റെ വീട്ടിൽ ദേവിയെ കൊണ്ടുചെന്നാക്കിയിട്ടാണ് എല്ലാ പേരും പോയത്. ഏട്ടനെ ഏട്ടത്തിയും ഇനി ഇപ്പോൾ അവിടേക്ക് പോവണ്ട. ഞങ്ങൾ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ പോരെ? മാഷിനോടും ഭാര്യയോടും മാലതി ചോദിച്ചു. ആദ്യം എതിർപ്പ് പറഞ്ഞെങ്കിലും പിന്നെ ദേവി ഇവിടെ ആയതുകൊണ്ട് നിൽക്കാൻ തീരുമാനിച്ചു. ദേവിയെ കൗൺസിലിങ്ങിന് സച്ചുവോ സിദ്ധുവോ മാറിയും തിരിഞ്ഞും കൊണ്ടുപോകും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. മോൾ അവിടെ തന്നെ നിൽക്കാതെ കയറി വാ. മാലതി എത്ര നിർബന്ധിച്ചിട്ടും രമ്യ അകത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. സാരമില്ല അമ്മായി, വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പോൾ അങ്ങനെ വരാൻ പാടില്ലല്ലോ. പക്ഷെ ദേവിയെ കാണാതിരിക്കാനും വയ്യ. അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. വൈകുന്നേരം ഡേ കെയറിൽ നിന്നും മടങ്ങി വരുന്ന വഴിയാണ് രമ്യ അവിടേക്ക് വന്നത്. എന്തായാലും മോൾ ഇവിടം വരെ വന്നതല്ലേ, ഞാൻ കൊണ്ടുപോയി പോയി ദേവിയെ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെയെങ്കിലും അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങട്ടെ. മാലതി അകത്തേക്ക് കയറിപ്പോയി. രമ്യ പാമ്പ് മാളത്തിൽ നിന്നും തല പുറത്തേക്കിട്ട് നോക്കുന്നത് കണ്ടുകൊണ്ടാണ് സച്ചു ഉമ്മറത്തേക്ക് വന്നത്. ഏട്ടത്തി എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. ഞാൻ ഒരുപാട് വിളിച്ചതാ, വരുന്നില്ല. ദേവി മോളെ കാണാൻ വന്നതാണ്. ഞാൻ ഒരുപാട് നേരം ചെന്ന് പറഞ്ഞിട്ടും അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. ഏട്ടത്തി അവിടെ നിൽക്ക്, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം. സച്ചു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദേവി. എന്താ മോളെ ഇത്? നിന്നെ കാണാനല്ലേ രമ്യേട്ടത്തി വന്നിരിക്കുന്നത്. നിനക്ക് എന്താ ഒന്ന് പുറത്തേക്ക് വന്നാല്? ഞാൻ ഇവിടെ ഇരിക്കാം ഏട്ടാ. അവൻ അടുത്തിരുന്നപ്പോൾ അവന്റെ തോളിൽ തലചാരി ഇരുന്നു ദേവി. അത് പറഞ്ഞാ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? എപ്പോഴും ഇങ്ങനെ മുറിയടച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കടുത്ത ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ഇടയ്ക്ക് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തൊക്കെ നടക്കണം. അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം എന്നെല്ലാം പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്താ ഇങ്ങനെ? നിന്റെ ഈ അവസ്ഥ ഞങ്ങളെയെല്ലാം എത്രമാത്രം സങ്കടപ്പെടുത്തുന്നുവെന്ന് നീ മറക്കരുത്. സംസാരത്തോടൊപ്പം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. വീടിനു ചുറ്റും വിശാലമായ പറമ്പാണ്. അവിടെ നിറയെ പൂന്തോട്ടവും കൃഷിയും. ഇടയ്ക്ക് സിമന്റ് ബെഞ്ചും ചെയ്തിട്ടിട്ടുണ്ട് ഇരിക്കാനായി. ദേവിയെ പുറത്ത് കണ്ടതും രമ്യ അവളുടെ അടുത്തേക്ക് വന്നു. എന്തൊരു കോലമാ പെണ്ണെ നിന്റെ.
എല്ലാം കഴിഞ്ഞിട്ട് എത്ര മാസമായടി, ഇനിയും നീ അതൊക്കെ ഓർത്തിരുന്നു കൊണ്ടാൽ? എല്ലാരും എല്ലാം മറന്നു രമ്യ. പക്ഷെ എനിക്ക് മാത്രം ഒന്നിനും കഴിയുന്നില്ല. ദേവേട്ടനില്ലാത്ത ശൂന്യതയോട് അമ്മ പോലും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ പൊന്നും മോനും ദേവേട്ടനും ഇല്ലാതെ കഴിയുന്നില്ല രമ്യേ. അവൾ ഏങ്ങി കരഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷേ ഇനി നീ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ആദ്യം നിന്റെ ഈ മുറിയടച്ചിൽ ഉള്ള ഇരിപ്പ് മതിയാക്കി പുറത്തോട്ടൊക്കെ ഇറങ്ങ്. അപ്പോൾ തന്നെ പകുതി ആശ്വാസമാകും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഇതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല. പിള്ളേര് രണ്ടും രാവിലെ ജോലിക്ക് പൊക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എത്രയെന്ന് വെച്ച് പറയാനാ ഇവളോട്? അല്ലെങ്കിൽ തന്നെ പറഞ്ഞു നിർബന്ധിച്ചും ഓരോന്ന് ചെയ്യിപ്പിക്കേണ്ട പ്രായമാണോ ഇവൾക്ക്? എനിക്ക് പറഞ്ഞു കൊടുക്കാമെന്നല്ലേ പറ്റൂ. ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും അവസ്ഥ കഷ്ടമാണ്. ആകെ ആണും പെണ്ണുമായിട്ട് ഇവൾ ഒരാളല്ലേ ഉള്ളൂ. ഇവളുടെ അവസ്ഥ ഇങ്ങനെ ആയാൽ അവരെ അത് എത്രമാത്രം സങ്കടപ്പെടുത്തും. അവരിതെങ്ങനെ സഹിക്കും? അതെങ്കിലും മനസ്സിലാക്കിക്കൂടെ? ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. മരിച്ചവരങ്ങ് പോയി എന്ന് വെച്ച് ജീവിച്ചിരിക്കുന്നവർ പിന്നെയും കാലം കഴിയണ്ടേ? നിന്നെ ചുറ്റിയുള്ളവരുടെ കാര്യം അത് നീ മറക്കല്ലേ മോളെ. കൊണ്ടുവന്ന ചായ രമ്യയുടെ കയ്യിൽ ഏൽപ്പിച്ച് മാലതി അവർക്ക് സംസാരിക്കുവാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് സിദ്ധു എല്ലാവരോടുമായി അക്കാര്യം പറഞ്ഞത്. ഇന്നിവിടെ രമ്യ വന്നിരുന്നല്ലേ? അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അവൾ നടത്തുന്ന ഡേ കെയറിൽ രാവിലെ പോകാൻ നേരം ദേവിയെ കൂടെ കൂട്ടട്ടെ എന്ന്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അതെന്തുകൊണ്ടും നല്ലതാണെന്ന്. അവിടെ തീരെ പൊടി കുഞ്ഞുങ്ങളല്ലേ. അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ അവളുടെ പകുതി സങ്കടങ്ങളും മാറും. എന്താ അമ്മേ, ഞാൻ പറയുന്നത് അമ്മ കേട്ടില്ലെന്നുണ്ടോ? അമ്മാവനും അമ്മായിയും എന്താ ഒന്നും മിണ്ടാത്തത്? അതൊരു നല്ല ചേഞ്ചാണെന്ന് എനിക്കും തോന്നുന്നു ഏട്ടാ. അമ്മയും അമ്മാവനും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് സച്ചു പറഞ്ഞു. ഞങ്ങളെക്കാൾ ലോകവിവരവും പഠിപ്പും അറിവും നിങ്ങൾക്കുണ്ട് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിൽ. അവൾ ആദ്യമൊന്നും സമ്മതിച്ചെന്ന് വരില്ല. എല്ലാവരും കൂടി പറഞ്ഞ് സമ്മതിപ്പിക്കാം. അടുത്ത ദിവസം രാവിലെ രമ്യ ഡേ കെയറിൽ പോകാൻ നേരം അവിടേക്ക് വന്നു. ദേവി എത്രയൊക്കെ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ സച്ചുവും സിദ്ധുവും കൂടി അവളെ രമ്യയ്ക്കൊപ്പം പറഞ്ഞു വിട്ടു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിറയെ സ്നേഹത്തോടെ രുദ്ര.